ഹായ് ഓൾ. അപ്പം ഇന്നത്തെ കുറച്ച് കേക്കിന്റെ ഓർഡേഴ്സ് ഉണ്ടല്ലോ. ഞാൻ കുറേയായി മടി പിടിച്ചിരിക്കുന്നതാണ്. കേക്കിന്റെ ഓർഡേഴ്സ് ഉള്ളപ്പം എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. എന്തായാലും ഞാൻ കേക്കിന്റെ വീഡിയോസ് എടുക്കുമെന്നും പറഞ്ഞ് അങ്ങനത്തെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒത്തിരി മടിയുണ്ട്, കാരണം വെക്കേഷൻ അല്ലേ, നമ്മുടെ ചോട്ടാസുകൾ ഉള്ളത് കൊണ്ടിട്ടാണ് കൂടുതൽ മടി. വീഡിയോ എടുക്കുമ്പോൾ അവരും കൂടെ വന്ന് നമ്മളിങ്ങനെ ശല്യപ്പെടുത്തുന്നോണ്ടിട്ട് ഞാൻ പൊതുവെ അങ്ങനെ വീഡിയോസ് ഇപ്പം ഇടാത്തത്. അപ്പൊ ഇന്ന് എന്തായാലും എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് കുറച്ച് കേക്കിന്റെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ്, കുറച്ച് കപ്പ് കേക്ക് ഉണ്ട്, ബ്രൗണി ഉണ്ട്. ഇതൊരാൾക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് വേഗം ചെയ്ത് കൊടുക്കാം. രാവിലെ 11 മണിയൊക്കെ അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ ടൈം 8 മണിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, അതിനുള്ളിൽ വേഗം റെഡിയാക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ കപ്പ് കേക്ക് വെച്ചിട്ടുണ്ട്. എയർ ഫ്രയറിലാണ് കപ്പ് കേക്ക് വെച്ചിട്ടുള്ളത്. എന്താണ് 160°C 20 മിനിറ്റ് വെച്ചിട്ടാണ് കപ്പ് കേക്ക് എയർ ഫ്രയറിൽ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഓരോന്നിനും ഓരോ ടൈം ഉണ്ട് എയർ ഫ്രയറിന്. അങ്ങനെ അതേ അടുത്തതും കൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്ത് തയ്യാറാക്കണം, ബ്രൗണി തയ്യാറാക്കണം. ബ്രൗണി അവർ പറഞ്ഞിട്ടുള്ളത് 1 kg ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 15 പീസ് കിട്ടണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി 1 kg ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ 12 പീസ് കിട്ടും 1 kgക്ക്. അപ്പം ഇത്തിരി ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷെ എനിക്ക് കട്ട് ചെയ്തപ്പം 18 പീസോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. 17 പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ അതേ ഞാൻ കപ്പ് കേക്ക് അടുത്തത് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഞാനിപ്പോൾ ബ്രൗണി കുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് കപ്പ് കേക്ക് എല്ലാം പാക്ക് ചെയ്ത് വെക്കാം. കാരണം അവർക്ക് 11 മണിക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്ന് എന്തായാലും 10:45 ആകുമ്പോൾ പോകണ്ടേ. അപ്പൊ അതിനുമുമ്പ് നമുക്ക് വേഗം പോയിട്ട് റെഡിയാക്കാം. ബ്രൗണി റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പം നല്ല സോഫ്റ്റ് വാലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു വേണ ബ്രൗണിയാണ്. ഇതിന്റെ പുറമെ കുറച്ച് ചോക്ലേറ്റിന്റെ ഗനാശൊക്കെ ഒഴിച്ച് കൂട്ടി കഴിക്കണം. ഒരു ഐസ്ക്രീം ഒക്കെ കൂട്ടി കഴിക്കണം. അടിപൊളിയാണ്. അപ്പം റെസിപ്പി വേണമെന്നുള്ളവർ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല എന്തായാലും ബ്രൗണിയുടെ റെസിപ്പി ഇട്ട് തരുന്നതായിരിക്കും. ഇങ്ങനെ സോഫ്റ്റ് എന്ന് പറയാൻ ഒത്തിരി സോഫ്റ്റ് ആണ്. നമ്മളിങ്ങനെ വായിലിടുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോണ ബ്രൗണിയാണിത്. ഇതിൽ നിറച്ച് ചോക്ലേറ്റ് ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ഫില്ലിങ്സ് ഉള്ളതാണെങ്കിലും അതിന്റെ റെസിപ്പിയും ഞാൻ ഇൻഷാല്ല ഇട്ട് തരുന്നതായിരിക്കും. ഇനി ഇത് നല്ലപോലെ ഒരുവിധം ചൂടാറിയതിന് ശേഷം വേണം ഇത് പീസാക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകും. അപ്പൊ ഞാൻ ഇത് ഒന്നാറിയതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ പാക്ക് ചെയ്യുക, കൊടുത്തുവിടുക. അങ്ങനെ അതേ പാക്ക് ചെയ്തു. ഇക്കൊക്കെ വന്നു കൊണ്ടുപോയി.